ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയത്തെ കിയയുടെ ഷോറൂമിലാണ്. അപ്പം സെൽറ്റോസിൻ്റെ ബേസ് വേരിയൻറ്റിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ടൊരു കാര്യം പറയാം, 2024 2023 കുറച്ച് വാഹനങ്ങൾ ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. സെൽറ്റോസിൻ്റെ ബേസ് വേരിയൻറ്റിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഹെഡ്ലാമ്പ് യൂണിറ്റ് ഒന്ന് നോക്കാം. ഹെഡ്ലാമ്പ് യൂണിറ്റ് ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. ഹാലജൻ ആണ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. പിന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഫോഗ് ലാംപ്സോ കാര്യങ്ങളോ നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഗ്രില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രില്ല് ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടാണ് ഈ ഒരു വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു മൂന്നാമത്തെ വേരിയൻറ്റ് മുതൽ നാലാമത്തെ വേരിയൻറ്റ് മുതൽ നമുക്ക് ഗ്ലോസി ഫിനിഷിലുള്ള ഗ്രില്ലുകൾ അവൈലബിൾ ആണ്. കിയയുടെ ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിൽ ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റും ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. 2 എഞ്ചിൻ ഓപ്ഷൻസിലാണ് നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനും, നാച്ചുറലി ആസ്പിറേറ്റഡ് ഒരു പെട്രോൾ എഞ്ചിനുമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. ഇനി വശങ്ങളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ടയറുകളിലേക്ക് നോക്കാം. 16 ഇഞ്ച് വീലുകളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അലോയ് വീൽസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് 4 വീലുകളും ഡിസ്ക് ബ്രേക്കുകളായിട്ട് അവൈലബിൾ ആകും. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഈ ഒരു ക്ലാഡിങ് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊരു XUV സ്റ്റാൻസ് കൊടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഇൻഡിക്കേറ്റർ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രണ്ടിലാണ് നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മൾ മിറേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ ബോഡി കളേർഡ് ആയിട്ടുള്ളൊരു മിറേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ്, ഡോർ ഹാൻഡിൽസ് നമുക്ക് ബോഡി കളേർഡ് ആയിട്ട് തന്നെ ബേസ് വേരിയൻറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് വശങ്ങളിൽ നിന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്കിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പുറകിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിന് നമുക്ക് അവൈലബിൾ ആണ്. ഡിഫോഗർ ലൈൻസ്, അതേപോലെ റിയർ വൈപ്പർ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ അല്ല. അതേപോലെ ഒരു കണക്റ്റഡ് DRLs ആണെന്ന് തോന്നുന്ന രീതിയിൽ, അല്ല കണക്റ്റഡ് ടെയിൽ ലാമ്പ് ആണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫങ്ഷണൽ അല്ല. ഈ ഒരു ഭാഗത്തായിട്ട് ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഹാലജൻ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഹാലജൻ ലൈറ്റ്സ് കാര്യങ്ങളാണ് അത് നൽകിയിരിക്കുന്നത്. പിന്നെ ബമ്പേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ബമ്പറിൽ നമുക്ക് സെൻസറെല്ലാം ഈ ഒരു 4 സെൻസേഴ്സ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു റിഫ്ലക്ടറും ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ബൂട്ട് സ്പേസും കൂടെ നമുക്കൊന്ന് നോക്കാം. ബൂട്ട് സ്പേസ് 433 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം ഒരുപാട് കുഴിയിലായിട്ടൊന്നുമല്ല. സോ നമുക്ക് സാധനങ്ങൾ വയ്ക്കാനും എടുക്കാനും എല്ലാം എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ബീച്ചിലൊക്കെ കൊണ്ടിട്ട് വണ്ടി ഇങ്ങനെ കയറി ഇരുന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും. പിന്നെ സ്പെയർ വീൽസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. 16 ഇഞ്ച് സ്പെയർ വീൽസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ആ ഒരു ഭാഗത്ത് പിശുക്കോ കാര്യങ്ങളോ ഒന്നും കമ്പനി കാണിച്ചിട്ടില്ല. ഫാസ്റ്റൽ ഡ്രൈവ് ഒന്നും നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വേരിയൻറ്റ് തൊട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് അങ്ങനത്തെ ലൈറ്റ് ഒന്നും നൽകിയിട്ടില്ല. ഈ ഒരു ബമ്പറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു അലുമിനിയം ബ്രഷ്ഡ് കളറിൽ നമുക്ക് സ്കിഡ് പ്ലേറ്റ് നൽകിയിരിക്കുന്നു. അതും വളരെ ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് ബാക്കിൽ നിന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഞാൻ നിങ്ങളെ കീ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു തരത്തിൽ ഫോൾഡ് ചെയ്യുന്ന ഒരു കീ ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഉള്ളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഡോർ പാഡിനെ കുറിച്ച് പറയാം. ഒരു ഫുള്ളി ബ്ലാക്ക് കളർ തീമിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് 4 ഡോർ പവർ വിൻഡോ ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നു. പിന്നെ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഹാൻഡിൽസ് ആണ്. ആ ഒരു കളറിലാണ് ഈ ഒരു ഹാൻഡിൽസ് കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നത്. സ്പീക്കേഴ്സ് കാര്യങ്ങൾ വെക്കാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. സ്പീക്കേഴ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ അല്ല. പിന്നെ അതേപോലെ തന്നെ മിറർ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനോ ഫോൾഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതിനൊരു നോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാനുവലി നമ്മൾ കൺട്രോൾ ചെയ്യണം. പിന്നെ ഡ്രൈവർ സീറ്റിനെ കുറിച്ച് പറയാം. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കലി അല്ല, മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രഷ്ഡ് അലുമിനിയം കളർ ടോണിലാണ് AC വേരിയൻറ്റിൻ്റെ ഒരു ഔട്ടർ ഭാഗമെല്ലാം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ലൈറ്റിൻ്റെ ഹൈറ്റ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് കാര്യങ്ങൾ ബട്ടൺസ് എല്ലാം ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ട്രാക്ഷൻ ഓഫ് ചെയ്യാനും കാര്യങ്ങളും എല്ലാം ഉള്ള സ്വിച്ച് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് സ്റ്റിയറിംഗ് വീൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു
നമ്മുടെ കൺട്രോൾ സ്വിച്ചസ്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. പിന്നെ ലെതർ റാപ്ഡോ കാര്യങ്ങളോ ഒന്നല്ല, ഇത് കുറച്ച് ഹാർഡ് പ്ലാസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഭാഗം നൽകിയിരിക്കുന്നത്. കുറച്ച് നമുക്ക് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും റാപ്പോ കാര്യങ്ങളോ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഒരു 10.2 ഇഞ്ചിൻ്റെ ഒരു വലിയ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. പെട്ടെന്ന് ഞാൻ കണ്ടപ്പം എനിക്ക് തോന്നി ഇതൊരു ബേസ് വേരിയൻ്റ് ആണെന്ന് തോന്നി. അത്രയും വലിയൊരു ഡിസ്പ്ലേ ആണ്, വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഭാഗം നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു ഭാഗം നൽകിയിരിക്കുന്നത്. കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ അല്ല, പക്ഷേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വെക്കുന്ന ഈ ഒരു ഭാഗം വരെ, ആ സ്ലോട്ട് വരെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. ബേസ് മോഡലാണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മാത്രം ഒരു ആക്സസറി ആയിട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യമാണ് AC. നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളൊന്നുമല്ല, മാനുവലി നമ്മൾ കൺട്രോൾ ചെയ്യണം. ആ ഒരു രീതിയിലാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. പിന്നെ ഫോണ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു Type C ചാർജിങ് സോക്കറ്റും ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ായിട്ട് നമുക്കൊരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിലാണ് ഈ ഒരു സെൻട്രൽ കൺസോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പുറകിലേക്ക് വരികയാണെങ്കിൽ പറയേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ട് കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതേപോലെ ഹാൻഡ് റെസ്റ്റും നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അഡ്ജസ്റ്റബിൾ ഒന്നുമല്ല, ജസ്റ്റ് ഒരു നോർമൽ ഹാൻഡ് റെസ്റ്റ്. ഇവിടെയായിട്ടൊരു സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. സൺഷെയ്ഡ് നൽകിയിട്ടുണ്ട്. സൺഷെയ്ഡിനകത്ത് നമുക്ക് ഗ്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. ഈ ഒരു കോ ഡ്രൈവറിൻ്റെ ഭാഗത്ത് ഗ്ലാസ് നൽകിയിരിക്കുന്നു, മിറേഴ്സ് നൽകിയിട്ടുണ്ട്. പിന്നെ ബേസ് മോഡലാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്കൊരു കൂളിംഗ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഫാബ്രിക്സ് ഒക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഫാബ്രിക്സും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. സീറ്റ്സ് ഒക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ ഹെഡ് റെസ്റ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് പുറകിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ടെന്നും കൂടെ ഒന്ന് നോക്കാം. പുറകിലെ സീറ്റുകളെക്കുറിച്ച് പറയുമ്പം അത്യാവശ്യം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ സീറ്റുകൾക്ക് അത്യാവശ്യം വലിപ്പം കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് തൈ സപ്പോർട്ട് കുറവായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഹൈറ്റ് 6.2 ഇഞ്ചാണ്, എനിക്കിത് കുറവായിട്ട് തോന്നുന്നു. പക്ഷേ എങ്കിൽ എൻ്റെ ഇത്രയും ഹൈറ്റ് ഇല്ലാത്ത ആളുകൾക്ക് വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല ആ ഒരു സീറ്റ് ഹൈറ്റ്. പിന്നെ ഈ ഒരു ലെഗ് സ്പേസും അത്യാവശ്യമുണ്ട്, കാരണം ഞാൻ എൻ്റെ കംഫർട്ടിനാണ് ഫ്രണ്ടിലെ സീറ്റും ഇട്ടിരിക്കുന്നത്. പിന്നെ പറയേണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെയിൻ ഒരു ഫീച്ചറാണിത്. ഇതിൻ്റെ ബേസ് മോഡലാണെങ്കിൽ പോലും ഒരു സൺഷെയ്ഡ്, ഈ ഒരു കർട്ടൻ കാര്യങ്ങളെല്ലാം ഈ ഒരു നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇപ്പോഴത്തെ ചൂടും നമ്മുടെ നിയമവും കാര്യങ്ങളും എല്ലാം കൊണ്ട് അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ പറയേണ്ടത് റിയർ AC വെൻറ്റ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു Type C ചാർജിങ്, 2 Type C ചാർജിങ്ങിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു സോക്കറ്റ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. പിന്നെ ഹെഡ് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ അല്ല. ഒരു സേഫ്റ്റി ഫീച്ചർ എന്നുള്ള രീതിയിൽ അത് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ലൈറ്റ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഹാലജൻ ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. സോ ഇത്രയും ഫീച്ചേഴ്സാണ് ബാക്ക് സീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് നമ്മുടെ സെൽറ്റോസിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ്. ഇതിൻ്റെ പ്രൈസ് കൂടെ ഞാനൊന്ന് പറയാം. ഇതിൻ്റെ പെട്രോൾ വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് 13,16,000 രൂപയും ഡീസൽ വേരിയൻറ്റ് നമുക്ക് കിട്ടുന്നത് 14,48,000 രൂപയുമാണ്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, നമുക്ക് 2023 മോഡൽ വാഹനങ്ങൾ കുറച്ച് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന കോൺടാക്ട്സിൽ വിളിക്കാം. പിന്നെ അതിന് ചെറിയ ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും. നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ വാഹനങ്ങളുമായിട്ട് വരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.